പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ബംഗളൂരു എഫ്സിക്കെതിരെയാണ്. വരുന്ന ശനിയാഴ്ചയാണ് ആ ഒരു വാശിയേറിയ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അവസാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സിക്കെതിരെ കളിച്ച 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. ആദ്യപാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 എന്ന സ്കോറിലായിരുന്നു പരാജയപ്പെട്ടത്. ആദ്യ കുറച്ച് മത്സരങ്ങളിലെല്ലാം ബംഗളൂരു എഫ്സി മികച്ച ഫോമിലായിരുന്നു കളിച്ചിരുന്നത്. ആദ്യം കളിച്ച 6 മത്സരങ്ങളിലും ബംഗളൂരു എഫ്സിക്ക് ക്ലീൻ ഷീറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ബംഗളൂരു എഫ്സി മോശം ഫോമിലാണ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് മാച്ചുകളിൽ നിന്നും ടീം വഴങ്ങിയിട്ടുള്ളത് മൊത്തത്തിൽ 11 ഗോളുകളാണ്. അവസാനമായിട്ട് ഒഡീഷ എഫ്സിക്കെതിരെ 4-2 എന്ന സ്കോറിലായിരുന്നു ബംഗളൂരു എഫ്സി പരാജയപ്പെട്ടിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സും ഈ ഒരു സീസണിൽ അത്ര മികച്ച ഫോമിലൊന്നുമല്ല ഉള്ളത്. ലാസ്റ്റ് കളിച്ച FC ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നത്. അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം കൂടിയാണ്. നിലവിൽ ടേബിളിൽ 10ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലേക്ക് വരണമെങ്കിൽ അടുത്ത മത്സരങ്ങളിൽ വിജയം അനിവാര്യമാണ്. അടുത്തൊരു കാര്യം, മത്സരത്തിന് മുന്നോടിയായിട്ട് ബംഗളൂരു എഫ്സിയുടെ കോച്ചായിട്ടുള്ള ജെറാഡ് സരഗോസ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾ വിജയിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിലവിൽ ബംഗളൂരു എഫ്സിക്ക് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളെ സംബന്ധിച്ച് അത്ര ശക്തരായിട്ടുള്ള എതിരാളികളൊന്നുമല്ല എന്നാണ് ബംഗളൂരു എഫ്സിയുടെ കോച്ചായിട്ടുള്ള ജെറാഡ് സരഗോസ പറയുന്നത്. ആദ്യപാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയതിന്റെ ഒരു ആത്മവിശ്വാസം നിലവിൽ ബംഗളൂരു എഫ്സിക്ക് ഉണ്ട്. അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു തിരിച്ചുവരവ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അടുത്തൊരു കാര്യം, ഈ ഒരു സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ര മികച്ച ഫോമിൽ കളിക്കാൻ സാധിക്കാത്തൊരു താരമാണ് രാഹുൽ KP. ആദ്യമുണ്ടായ ഒരു ഫോമിലേക്ക് തിരിച്ചെത്താനായിട്ട് രാഹുലിന് ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്ത അനുസരിച്ച് രാഹുൽ KP ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും. താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമില്ല. രാഹുൽ KPയുടെ ഏജന്റ് മറ്റ് ക്ലബ്ബുകളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ സാധിക്കാത്തൊരു താരമാണ് ഇഷാൻ പണ്ഡിത. ജനുവരിയിൽ ഇഷാൻ പണ്ഡിതയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.